-5 നിന്നും ഏത് നമ്പർ കുറച്ചാലാണ് -14 കിട്ടുക? അതാണ് നമ്മളെ ക്വസ്റ്റ്യൻ. ഞാനിവിടെ എഴുതി -5 -5 ഏതോ ഒരു നമ്പർ കുറയ്ക്കുന്നു, എക്സ് നടത്തുക നമ്പറിന്. നമുക്ക് ആൻസർ -14 ആണ്. -14 നമ്മളിതിനെ റീഅറേഞ്ച് ചെയ്യും, അതായത് അക്ഷരങ്ങളൊക്കെ ഒരു സൈഡിൽ വയ്ക്കും. അപ്പോൾ ഞാനിവിടെ -x ഇവിടെ അതുപോലെ വെച്ചു, -14 ഇവിടെ. ഈ 5 ഞാൻ ഈ ഈക്വൽ ഇപ്പുറത്തേക്ക് കൊണ്ടുപോകും. അപ്പോൾ എന്താ പോസിറ്റീവ് 5 മാറും. അപ്പോൾ -x -14 +5 ആവും. ഇനി ഇവിടെ ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്, വലിയ സംഖ്യയിൽ നിന്ന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം ചേർക്കുക. -14 +5 ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് -9 ഉണ്ടാകും. 14 5 കുറയ്ക്കുക, അപ്പോൾ 9 ചിഹ്നം വലുതിൻ്റെ ചിഹ്നം -9. നമുക്കിവിടെ -x -9 എന്ന് കിട്ടും. നമ്മളോട് ഈ നമ്പറാണ് ചോദിച്ചത്. രണ്ട് സൈഡിൽ മൈനസ് വരെ നമുക്ക് രണ്ടും ക്യാൻസൽ ചെയ്യണം. ഇപ്പോൾ x 9, അപ്പോൾ നമ്മൾ ആൻസർ 9. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഒരു പെൻസിലിൻ്റെ വില എത്രയാണ്? 4.54. വെള്ളം 30 പെൻസിലിൻ്റെ വിലയാണ് ചോദിച്ചത്. 30 ഒരു പെൻസിലിൻ്റെ വില 30 പെൻസിലിൻ്റെ വില കാണുന്ന × 30 കൊണ്ട് ഗുണിച്ചാൽ മതി. പിന്നെ 30 ഗുണിക്കുക, 4 × 5 4 × 30 എന്ന് പറഞ്ഞിട്ടുണ്ടാവും 3 × 10 ആണ്. ഈ 4.54 10 കൊണ്ട് ഗുണിച്ച് നമുക്കറിയാം എന്താവും, ഒരു പോയിന്റ് ഇങ്ങോട്ട് മാറും. 45.4 × 3 ഇത് നമ്മൾ ഗുണിക്കണം. 45.4 × 3 3 4 12 2 ബാക്കി 1 5 15 16 6 ബാക്കി 1 3 4 12 1 13. പോയിന്റ് എവിടെ വരും? ഇത് പോയിന്റാണ് ഉള്ളത്, അപ്പോൾ ഒരു പോയിന്റ് ഇവിടെ വരും. 136.2. ഇപ്പോൾ നമ്മൾ ആൻസർ ഓപ്ഷൻ സി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, പ്ലസ് എന്നാൽ ഡിവിഷനും മൈനസ് എന്നാൽ ഇൻറ്റു എന്നാൽ പ്ലസ്സും ആയാൽ 100 + 10 - 20 × 2 എത്ര എന്നാണ് ചോദിച്ചത്. നമ്മൾ ആദ്യം തന്നെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ തരുമ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇവിടെ നമ്മൾ എടുത്ത് എഴുതാം. ഇവിടെ 100 എഴുതി, പ്ലസിൻ്റെ പിന്നെ എന്താ സിമ്പിൾ എന്നിട്ട് ആവശ്യമില്ല. 10 20 2 ഇതേപോലെ ഗ്യാപ്പ് ഇട്ടിട്ട് എഴുതാം. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ആളെ കൺസിഡർ ചെയ്യുക. ഫസ്റ്റ് പ്ലസ് ആണ്. പ്ലസ് എന്നാൽ ഡിവിഷൻ ആണ്. നമ്മൾ പ്ലസ് ഉള്ള സ്ഥലത്ത് നിന്ന് ഡിവിഷൻ ഇട്ടു. ഇനി ഇവിടെ മൈനസ് ആണ്. മൈനസ് എന്നാൽ ഇൻറ്റു ആണെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ ഇൻറ്റു ഇട്ടു. എടുത്തത് ഇൻറ്റു എന്ന് പറഞ്ഞാൽ പ്ലസ് ആണെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ പ്ലസ് ഇട്ടു. ഇതിൻ്റെ ആൻസറാണ് 2. അപ്പോൾ നമ്മളെ റൂൾ ഉണ്ട്, റൂൾ വെച്ചാണ് ചെയ്യാം. ഫസ്റ്റ് ഇവിടെ വരുന്നത് ഡിവിഷനാണ്. 2 ഡിവിഷൻ ചെയ്യാം. 100 കഴിക്കണം 10, നമുക്കറിയാം 10. ഇനി 20 + 2. ഇനി അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. അപ്പോൾ 10 × 20 10 × 20 200 +2. എന്താ നമ്മുടെ ആൻസർ 202. ആൻസർ ഓപ്ഷൻ ബി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ് ഒറ്റയാനെ കണ്ടെത്തുക. ഒറ്റയാനെ കണ്ടെത്തുക ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഇതിന് ആൻസർ ഇതാണ് കീയിൽ കൊടുത്തത്, പക്ഷേ ആൻസർ എന്താണ് ചിലപ്പോൾ ക്യാൻസൽ ആയി പോകും. ഡൗട്ടബിൾ ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്നതിൽ വലുത് ഏത്? ആദ്യത്തെ ഓപ്ഷൻ 48ന്റെ 3/4. 48ന്റെ 3/4 അങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിന് സോൾവ് ചെയ്യണം, എന്നാലേ നമുക്ക് ഏതാ വലുതെന്ന് കിട്ടുള്ളൂ. 48 ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഓഫാണ്. ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 3/4 = കട്ട് ചെയ്താൽ 12 4 48 3 12 36. ഇനി അടുത്ത ഓപ്ഷൻ 48 × 4/3 3 16 48 ആയിരുന്നു. 30 3 6 18 48. 4 × 16 ചെയ്താൽ 40 24 64. ഇനി അടുത്തത് 60ന്റെ 4/5. 12 × 5 ആണ് 60. 4 12 48. 60 × 5/4. 4 15 ആണ് 60. അപ്പോൾ 5 × 15 50 25 75. ആൻസർ ഓപ്ഷൻ ഡി ആണ്. വലുത് 60ന്റെ 5/4 ആണ്. താഴെ തന്നിരിക്കുന്നതിൽ വലുത് ഏത്? ആദ്യത്തെ ഓപ്ഷൻ 48ന്റെ 3/4. 48ന്റെ 3/4 അങ്ങനെ 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഇതിന് സോൾവ് ചെയ്യണം, എന്നാലേ നമുക്ക് ഏതാ വലുതെന്ന് കിട്ടുള്ളൂ. 48 ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഓഫാണ്. ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 3/4. റീസണിങ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. റീഡ് എന്നാൽ ഫോർ %6. പെയ്ഡ് എന്നാൽ ഡോളർ, അങ്ങനെ കുറച്ച് സിമ്പിളുകൾ തന്നിട്ടുണ്ട്. അങ്ങനെ റൈപ്പ് എന്ന് പറഞ്ഞ കോഡിൻ്റെ കറസ്പോണ്ടിങ് എല്ലാം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ ആദ്യം തന്നെ നമുക്ക് തന്ന ഒന്ന് എടുത്ത് എഴുതുക. READ. അതിൻ്റെ കോഡ് നമുക്ക് ഇതേപോലെ ഇവിടെ #4%6 ഇങ്ങനെ എഴുതുക. പിന്നെ ഇതിൻ്റെ കണക്ഷനാണ്, ഇതിൻ്റെ കണക്ഷൻ, ഇതിൻ്റെ കണക്ഷൻ, ഇതിൻ്റെ കണക്ഷൻ, ഇതേപോലെ ജസ്റ്റ് നോക്കുക. ഇനി അടുത്ത സെറ്റ് ഏതാണ്? നമ്മളിവിടെ ഇതേപോലെ PAI ഇതിനിവിടെ എഴുതുക. പെയ്ഡിൻ്റെ കോഡ് ഞാൻ ഇവിടെ എഴുതി ഡോളർ, അതേപോലെ പെർസെൻറ്റേജിൻ്റെ സിമ്പൽ 5 6. ഇതേപോലെ കണക്ഷൻ വരച്ചിട്ടാണ് നമ്മൾ ചോദിക്കുന്നത് റൈപ്പ് എന്താണ്. അപ്പോൾ RIP
ഈ അവിടെ ചെയ്തത് പോലെ നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയാം ആറിൻ്റെ കോഡ് ഇതാ ഇവിടെ നോക്കി കഴിഞ്ഞാൽ എന്താണ് ഹാഷാണ്. പിന്നെ അവിടെ ഹാഷ് ഇട്ട് ഐ എവിടെയുള്ള ഇതാ ഐ ഇവിടെ ഉള്ള ഐൻ്റെ കോഡ് ഇവിടെ ഉണ്ട്. നമുക്ക് എന്ത് കിട്ടി ഐൻ്റെ കോഡ് 5 പിൻ്റെ കോഡ് അവിടെ ഞാനിവിടെ പിൻ്റെ കോഡ് കിട്ടി പറഞ്ഞു ഈൻ്റെ കോഡ് അവിടെ നോക്കി കഴിഞ്ഞാൽ കിട്ടും. ഇതിൻ്റെ കോഡ് $5 ഫോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ. അപ്പോൾ $5 ഫോർ ഇവിടെ ഓപ്ഷൻ ബി ആണ്. അരുണ് തൻ്റെ ക്ലോക്കിന് 6 PM മണിക്കൂർ സൂചി വടക്ക് ദിശയിലേക്ക് സെറ്റ് ചെയ്തു. അങ്ങനെയെങ്കിൽ 9:15 PM ആ ക്ലോക്കിലെ മിനിറ്റ് സൂചിയുടെ ദിശ ഉണ്ട്. ദിശ നിന്നുള്ള ക്വസ്റ്റ്യൻസ് തന്നെ ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ദിശ എഴുതി വെക്കുകയാണ്. ഓക്കെ, ഇവിടെയാണ് വടക്ക്, വടക്കിൻ്റെ നേരെ ഓപ്പോസിറ്റ് തെക്ക്, വലത് ഭാഗം കിഴക്ക്, ഇതിൻ്റെ ഓപ്പോസിറ്റ് പടിഞ്ഞാറ്. ഓക്കെ, ഇനി നമ്മളോട് പറഞ്ഞത് അരുൺ തൻ്റെ ക്ലോക്കിലെ ക്ലോക്കാണ്. ഇത് നമ്മൾ ക്ലോക്ക് ഇവിടെ കാണിച്ചു. ഓക്കെ, ക്ലോക്കിൽ ഇവിടെ 12, ഇവിടെ 6, ഇവിടെ 3, ഇവിടെ 9. ഇനി നമ്മളോട് പറഞ്ഞ എന്താണ് അരുൺ തൻ്റെ ക്ലോക്കിൽ 6 PM മണിക്കൂർ സൂചി വടക്ക് ദിശയിലേക്കാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ മണിക്കൂർ സൂചി വടക്ക് ദിശയിലേക്ക് നിൽക്കണം. അപ്പോൾ നോർമലി 6 മണി എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക? ഇത് മണിക്കൂർ സൂചി തെക്ക് വശത്തേക്കാണ്. പക്ഷെ ഇവിടെ സെറ്റ് ചെയ്ത് എങ്ങനെയാണ്? വടക്ക് ദിശയിലേക്കാണ്. അതായത് ഈ ക്ലോക്കിന് നേരെ തല തിരിച്ചിട്ടു. നമ്മൾ പേപ്പറിലാണെങ്കിൽ പേപ്പറിൽ വരച്ചതിന് ശേഷം നേരെ റൊട്ടേറ്റ് ചെയ്ത് തല തിരിച്ച് വെച്ചാൽ മതി. അതുപോലെ ഒന്ന് ഇവിടെ സെറ്റ് ചെയ്യാം ഒരു ക്ലോക്ക്. ഇതൊരു ക്ലോക്ക് വരച്ചു. വടക്ക്, തെക്ക്, കിഴക്ക്, ഈ ക്ലോക്കിനെ തല തിരിച്ചു. അതായത് വടക്ക് ദിശയിൽ ആര് വരണം? 6 വരണം. അപ്പോൾ തെക്ക് ദിശയിൽ 12 വരണം. നേരെ കൂടെ മറിച്ചിടുമ്പോൾ ഇവിടെ എന്താവും? 3 സ്ഥലത്ത് 9, ഇവിടെ 3, ഈ രീതിയിൽ വരും. അതായത് നമ്മൾ വെള്ളത്തിലേക്ക് നോക്കുമ്പോൾ വെള്ള മിറർ ഇമേജ് ഇല്ലേ, ആ രീതിയിലാണ് ഇത് വരുന്നത്. ഇനി 6 PM മണിക്കൂർ സൂചി വടക്കോട്ടായി. അപ്പം മിനിറ്റ് സൂചി തെക്കോട്ടായി. ഇനി നമ്മളോട് പറഞ്ഞത് അങ്ങനെ എങ്കിൽ 9:15 ആ ക്ലോക്കിലെ മിനിറ്റ് സൂചി 9:15 എന്ന് പറയുമ്പോൾ 9:15 എന്ന് പറയുമ്പോൾ മണിക്കൂർ സൂചി ഇവിടേക്കും മിനിറ്റ് സൂചി 3ലേക്കും നിൽക്കും. അപ്പോൾ ഈ ഡയറക്ഷൻ എവിടെയാണ് ഇപ്പോൾ നിൽക്കുന്നത്? പടിഞ്ഞാറ്. ഇപ്പോൾ നമ്മളെ ആൻസർ പടിഞ്ഞാറ്. 5, 10, 15, 20, 25 എന്നീ സംഖ്യകളുടെ ശരാശരി എത്രയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ നോക്കിയാൽ അറിയാം, എല്ലാം ഈക്വൽ ഗ്യാപ്പാണ്. 5, 10, 15, 20, 25. ഇതൊരു സമാന്തര ശ്രേണി പോലെയാണ് പോകുന്നത്. അങ്ങനെ സമാന്തര ശ്രേണി പോലെയാണ് നമ്പേഴ്സ് പോകുന്നത്. അതിൻ്റെ ശരാശരി എന്ന് പറഞ്ഞാൽ അതിൻ്റെ നടുവുള്ള സംഖ്യയ്ക്ക് ഇപ്പോൾ മധ്യത്തിൽ വരുന്ന സംഖ്യ. അപ്പോൾ 1, 2, 3, 4, 15 ആണ് ഇതിൻ്റെ മധ്യത്തിൽ വരുന്ന സംഖ്യ. അപ്പോൾ നമുക്കിത് ചെയ്യാതെ തന്നെ 15 ആണ് ഇതിൻ്റെ ശരാശരി നമുക്ക് കണ്ടുപിടിക്കാം. ഇനി അടുത്ത സെറ്റ് 2n+5 = 1024 ആയാലും എക്സിൻ്റെ വില. ഇപ്പോൾ ഇവിടെ ഒരു n എന്നുള്ളത് ചിലപ്പോൾ ഇവിടെ മാറിപ്പോയതായിരിക്കും. 2s+5 = 1024. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എത്ര എന്നായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ നമുക്കിത് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ഒന്ന് 1024നെ 2 ആയതുകൊണ്ട് ഇങ്ങനെ ഘടകക്രിയ ചെയ്ത് കണ്ടുപിടിക്കാം. അല്ലാതെ നമുക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് ഓപ്ഷൻ വെച്ച് നോക്കാം. ഞാനിവിടെ ഇപ്പോൾ തന്ന സ്ഥിതിക്ക് ഞാനിവിടെ ആദ്യത്തെ ഓപ്ഷൻ വെച്ച് ചെക്ക് ചെയ്യാം. ഓപ്ഷൻ 5. നമ്മൾ ഓപ്ഷൻ ചെക്ക് ചെയ്യുമ്പോൾ അങ്ങനെയാണല്ലോ, അതിലോട്ടാണല്ലോ ചെക്ക് ചെയ്യാം. 2x പകരം ഞങ്ങളുടെ 5 ഇട്ടു 10 24. അപ്പോൾ 210 = 10 24 കിട്ടും. 210 എന്ന് പറഞ്ഞാൽ 10 24 ആണ് നമുക്ക് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ 210നെ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. 210 എന്ന് പറഞ്ഞാൽ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യാം. എന്താക്കിയില്ല ഞാനിത് നമുക്ക് അറിയുന്ന ഒരു ക്യൂബ്. ഇപ്പോൾ 2ൻ്റെ ക്യൂബ് എല്ലാവർക്കും അറിയാം. 2 ക്യൂബ് ഇൻറ്റു 2/3 ഇൻറ്റു 2/3 ഇൻറ്റു 2/1. നമുക്കറിയാം ഇത് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യാം? എല്ലാം കൂടി കൂടും. 2ൻ്റെ എല്ലാ പവറും കൂട്ടി കഴിഞ്ഞാൽ 3+3+3+1 2/10 ആണ് ഇതിൻ്റെ നെറ്റ് ഇഫക്റ്റ്. ഇനി നമുക്ക് 2ൻ്റെ ക്യൂബ് നമുക്കറിയാം 8 ആണ്. അടുത്ത 2ൻ്റെ ക്യൂബ് 8, ഇതിൻ്റെ അടുത്ത 2ൻ്റെ ക്യൂബ് 8, ഇത് 2/1 എന്ന് പറഞ്ഞാൽ 2. 8 × 8 64 എല്ലാവർക്കും അറിയാം. ഇൻറ്റു 8 ഇൻറ്റു 2. 64 × 8 ജസ്റ്റ് ചെയ്ത് നോക്കാം. 64 × 8 ചെയ്യാൻ 60 × 8 ചെയ്താൽ 480 കിട്ടും. 4 × 8 32. എഴുതി 2 കൂട്ടി 2 3 1 ബാക്കി 1 4 1 5 512. ഇനി 512 ഇൻറ്റു 512 2 തന്നാൽ ഇതിൻ്റെ നേരെ ഡബിൾ എടുത്താൽ മതി. 2 × 2 4, 2 × 1 2 തന്നെ ആയിരിക്കും. 2 × 5 10. 1024 നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ഇവിടെ എക്സിൻ്റെ വാല്യൂ 5 ആണ്. 2/10 എന്ന് പറഞ്ഞാലാണ് 1024.